Hi all, welcome to another lecture of Engineering Thermodynamics, and in this lecture we will be discussing on the topic law of corresponding states. Law of corresponding states. Law of corresponding states. So നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. എ ആൻഡ് ബി വാൻഡർവാൾസ് ഇക്വേഷൻസും അതുപോലെ റിയൽ ഗ്യാസുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് ഓഫ് സ്റ്റേറ്റ്സ് 2-3 ടൈപ്പ് ഉണ്ട്. അതിൽ വാൻഡർവാൾസ് നമ്മൾ കുറച്ചും കൂടെ വിശദീകരിച്ച് പഠിച്ചു. അതിലെ കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടു, റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് കണ്ടു, റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്സും നമ്മൾ എന്ത് ചെയ്തു കണ്ടു. സോ റെഡ്യൂസ്ഡ് ഇക്വേഷൻ സ്റ്റേറ്റ് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ നിർത്തിയത്. സോ വി വിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. റെഡ്യൂസ്ഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് വാസ് reduced pressure plus 3 divided by reduced volume square the whole into PV ആണ്. So it is 3 times reduced volume minus 1 is equal to 8 TR. This was the equation for reduced equation of state. Reduced equation of state ആണ്, കാരണം reduced parameters ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു എക്സ്പെരിമെൻ്റലി റെഡ്യൂസ്ഡ് വോളിയം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ സ്വതവേ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് റെഡ്യൂസ്ഡ് പ്രഷറും റെഡ്യൂസ്ഡ് ടെമ്പറേച്ചറുമാണ്. നൗ വാട്ട് ഈസ് ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ്? നമ്മുടെ സിലബസിലുള്ളൊരു ടോപ്പിക്കാണ് ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ്. അപ്പോൾ ലോ ഓഫ് കറസ്പോണ്ടിങ് ഒരു ലോ ആണ്, ഒരു നിയമമാണ്. അതെന്താണെന്ന് വെച്ചാൽ വി ക്യാൻ സേ ദാറ്റ് 2 ഗ്യാസസ് ആർ ഇൻ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ്. 2 ഗ്യാസസിനെ നമുക്ക് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് എന്ന് പറയാൻ പറ്റും. എപ്പോൾ? ഇഫ് ദ ഗ്യാസസ് ഹാവ് സെയിം വാല്യൂസ് ഫോർ എനി ഓഫ് ദ 2 റെഡ്യൂസ്ഡ് വേരിയബിൾസ്. ഇപ്പോൾ 2 ഗ്യാസസ്, സേ ഐ ഹാവ് ഗ്യാസ് 1 ആൻഡ് ഐ ഹാവ് ഗ്യാസ് 2. ഈ ഗ്യാസ് 1-ന് റെഡ്യൂസ്ഡ് പ്രഷർ ഉണ്ടാവും, റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ ഉണ്ടാവും, റെഡ്യൂസ്ഡ് വോളിയം ഉണ്ടാവും. അതുപോലെ ഈ ഗ്യാസിനും റെഡ്യൂസ്ഡ് പ്രഷർ ഉണ്ടാവും, റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ ഉണ്ടാവും, റെഡ്യൂസ്ഡ് വോളിയം ഉണ്ടാവും. ലെറ്റ് ദിസ് ബി ഓഫ് 1 ആൻഡ് ലെറ്റ് ദിസ് ബി ഓഫ് 2. അപ്പം ഈ 2 ഗ്യാസസും കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സിലാണ് എന്ന് പറയണമെങ്കിൽ ദീസ് 2 ആർ ഇൻ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ്. കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സിലാണ് എന്ന് പറയണമെങ്കിൽ ഇതിന് 3 റെഡ്യൂസ്ഡ് വേരിയബിൾ ഉണ്ട്. ഫസ്റ്റ് ഗ്യാസിന്, സെക്കൻഡ് ഗ്യാസിന് 3 റെഡ്യൂസ്ഡ് വേരിയബിൾ ഉണ്ട്. ഇതിലേതെങ്കിലും 2 എണ്ണം, സേ pressure of reduced pressure of 1 and reduced pressure of 2, and say reduced temperature of 1 and reduced temperature of 2. ഇപ്പോൾ ഈ 2 ഗ്യാസിൻ്റെയും 3 റെഡ്യൂസ്ഡ് വേരിയബിൾസിൽ ഏതെങ്കിലും 2 വേരിയബിൾസ് തമ്മിൽ, റെഡ്യൂസ്ഡ് വേരിയബിൾസ് സെയിം വാല്യൂ ആയി മാറിയാൽ, അഥവാ PR1ഉം PR2ഉം ഈക്വൽ ആണെങ്കിൽ, TR1 TR2 ഈക്വൽ ആണെങ്കിൽ, അതിൻ്റെ വാല്യൂസ് സെയിം ആണെങ്കിൽ മൂന്നാമത്തെ വേരിയബിളിൻ്റെയും വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നതാണ് ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ്. ക്ലിയർ? അപ്പം ഏതെങ്കിലും 2 വേരിയബിൾ, അത് ഒന്നെങ്കിൽ PR1 TR1ഉം ഈക്വൽ ടു PR2 TR2 ആവാം, അതല്ലെങ്കിൽ TR1 VR1 ദാറ്റ് വിൽ ബി ഈക്വൽ ടു TR2 VR2. അങ്ങനെയാണെങ്കിൽ ടിയും വിയും ആണ് ഈക്വൽ എങ്കിൽ പി അപ്പോൾ ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. അതല്ല പിയും വിയും ഈക്വൽ ആണെങ്കിൽ ടി റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ റെഡ്യൂസ്ഡ് പ്രോപ്പർട്ടീസിൻ്റെ കേസിലാണ് ഇത് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് 2 ഗ്യാസസ് ആർ സെഡ് ടു ബി ഇൻ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് if the gases have same values. Say ഇപ്പോൾ ഇവിടെ ഇതിനാണ് ഞാൻ സെയിം വാല്യൂസ് പറയുന്നതെങ്കിൽ, if the gases have same values for any 2 of the 3 reduced variable, any 2 of the 3 reduced variables, then they also have the same value for the 3rd variable. ഇതാണ് എന്ത് ചെയ്യുന്നത്? ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ, സേ ഇതിപ്പോൾ ഫസ്റ്റ് ഗ്യാസിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് PR1 VR1 VR1 ആൻഡ് TR1. അപ്പോൾ ഇതേപോലെ സെക്കൻഡ് ഗ്യാസിന് ഞാൻ എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി PR2 plus 3 times VR2 square into 3 VR2 minus 1, that is equal to it will become 8 TR2.
അല്ലേ? അപ്പോൾ ഈ രണ്ട് ഗ്യാസസ് എന്ത് മറ്റേ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സിലാണെന്ന് പറയണമെങ്കിൽ, ഇപ്പം ഞാൻ റാൻഡമായിട്ട് പറയണമെങ്കിൽ സേ PR1 ആൻഡ് PR2 ആർ ഈക്വൽ ആൻഡ് ലെറ്റ് സേ VR1 ആൻഡ് VR2 ആർ ഈക്വൽ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി what should be the final thing? Definitely then TR1 will be equal to TR2. കാരണം ഈ വാല്യൂ സെയിം ആണ്, ഈ വാല്യൂ സെയിം ആണെങ്കിൽ ഓൾ ടുഗദർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ട് സൈഡും സെയിം ആയിരിക്കും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് എന്താണ്? TR1ഉം TR2 ആണ്. അതെന്തായിരിക്കും? ഒബ്വിയസ്ലി അത് സെയിം ആയിരിക്കും. ഓക്കെ, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് കാണാം വാട്ട് ഈസ് ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇറ്റ് ഈസ് ദ റിലേഷൻ എമോങ് പ്രോപ്പർട്ടീസ്, റെഡ്യൂസ്ഡ് പ്രോപ്പർട്ടീസ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് റെഡ്യൂസ്ഡ് പ്രോപ്പർട്ടീസിൻ്റെ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് എന്ന് പറയും. സോ അത് പെർഫെക്റ്റ് അല്ല. ആക്ച്വലി നമ്മൾ ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ദി ആക്ച്വൽ കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഈ ഇൻവിജിലേറ്റേഴ്സ് നോക്കുന്ന നേരത്ത് അവർ ഏത് അളവിൽ ഇത് കൺസിഡർ ചെയ്യുന്നുള്ളത് അറിയില്ല. സോ റൈറ്റ് ഇൻ ഡീറ്റെയിൽ എവറിത്തിങ്. അപ്പോൾ ഈ ഇക്വേഷനും കൂടെ അതിൽ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും അവർക്ക് കുറച്ചും കൂടെ ഓക്കെ ദിസ് ഗൈ നോസ് സംതിങ് ഗുഡ് നോളജ് എന്നുള്ള രീതിയിൽ ആലോചിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദിസ് കൺസെപ്റ്റ്. ഓക്കെ, സോ അപ്പോൾ ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്. സോ ഓൾസോ വി ക്യാൻ സേ ദാറ്റ് റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ ആണെങ്കിലും നൗ വി ക്യാൻ സേ ഇത് 3 വേരിയബിൾസ് ആണല്ലോ. അപ്പോൾ 2 ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തത് അത് ഒബ്വിയസ്ലി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ 2 ഇപ്പോൾ ഈ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫംഗ്ഷൻസ് ആയിരിക്കും. വോളിയം എന്ന് പറഞ്ഞാൽ പ്രഷറും ടെമ്പറേച്ചറിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ടെമ്പറേച്ചർ അസച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് റെഡ്യൂസ്ഡ് പ്രഷർ ആൻഡ് റെഡ്യൂസ്ഡ് സ്പെസിഫിക് വോളിയം എന്നൊക്കെ എന്ത് ചെയ്യാം? എനിക്ക് മാത്തമാറ്റിക്കലി അതിനെ എനിക്ക് കാണിക്കാം. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ ചെറിയൊരു കാര്യം പറഞ്ഞിരുന്നു, ബട്ട് വി സെഡ് വി വിൽ ബി ഡിസ്കസിങ് ഇൻ ഡീറ്റെയിൽ ഓവർ ഹിയർ. സോ കംപ്രസിബിലിറ്റി ഫാക്ടർ സോ കംപ്രസിബിലിറ്റി ഫാക്ടർ അതിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് വിത്ത് ദ ലെറ്റർ Z എന്നാണ്. കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പോൾ എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ? Compressibility factor, it is defined as the ratio of actual volume of the gas. It is the ratio of actual volume of the gas to the value predicted by the ideal gas equation. Value predicted by ideal gas equation. അതായത് ഇപ്പം നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PV ഈസ് ഈക്വൽ ടു RT എന്നാണ്. സ്പെസിഫിക് വോളിയം എടുക്കുകയാണെങ്കിൽ PV ഈക്വൽ ടു RT എന്നതാണ്. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ നമുക്കൊരു വോളിയം ഇവിടെ കിട്ടും അല്ലേ? പക്ഷേ ഐഡിയൽ ഗ്യാസാണ്. റിയൽ ഗ്യാസസ് ചിലപ്പോൾ ആ വോളിയം ശരിക്കും കിട്ടുമോ? കിട്ടാൻ സാധ്യത കുറവാണ്. കിട്ടും വൺസ് ഇഫ് ദേ ആർ ആക്ടിങ് ആസ് ആൻ ഐഡിയൽ സ്റ്റേറ്റിൽ. അങ്ങനെയാണെങ്കിൽ അത് ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചർ കേസൊക്കെ ആകുമ്പോൾ അത് അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ നിയർ വാല്യൂ കിട്ടാണ്ട്. പക്ഷേ റിയൽ കേസസിൽ എന്ത് സംഭവിക്കില്ല? നമുക്ക് ഈ കറക്റ്റ് വാല്യൂ റിയൽ ഗ്യാസസിൽ കിട്ടില്ല. കാരണം ഇത് ഓൾറെഡി ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷനാണ്. സോ ഈ ഒരു വാല്യൂ ഒരിക്കലും ചിലപ്പോൾ എന്ത് ചെയ്യില്ല? റിയൽ ഗ്യാസസ് അറ്റൈൻ ചെയ്യില്ല. കാരണം റിയൽ ഗ്യാസസിൽ ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ Z എന്ന് പറയുന്നത് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ വോളിയം ഓഫ് ദി ഗ്യാസ്. ആക്ച്വൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഉള്ള സ്പെസിഫിക് വോളിയം എന്താണോ ആ വോളിയം ആയിരിക്കും, ഡിവൈഡഡ് ബൈ വാല്യൂ പ്രഡിക്റ്റഡ് ബൈ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് പ്രകാരം കിട്ടുന്ന V എന്ന് പറഞ്ഞാൽ RT/P ആണ്. സോ ദാറ്റ് ഈസ് RT/P. Or this in turn will become PV/RT, where V represents the real volume. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? ഐ ക്യാൻ സേ ദാറ്റ് PV ഈസ് ഈക്വൽ ടു ZRT എന്നും ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം? എനിക്ക് ഉടലെടുത്ത് വരാം. സോ ഈ Z എന്ന് പറയുന്നതാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. ഈ Z എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയമെൻഷൻലെസ് ആൻഡ് വാല്യൂ ഓഫ് Z ക്യാൻ ബി റേഞ്ചിങ് ഫ്രം say Z equal to 1 ആവാം, or Z can be less than 1, or Z can be greater than 1.
ഓക്കെ, ഈ സെഡ് എന്ന് പറയുന്ന വാല്യൂ 1 ആയാൽ, സെഡ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു ആർ ടി. അപ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം? സെഡ് ഈക്വൽ ടു 1 വെൻ ഇറ്റ് ഈസ് ഫോർ ഐഡിയൽ ഗ്യാസസ്. ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ സെഡ് ഈക്വൽ ടു 1 എന്നുള്ള റിലേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ റിയൽ ഗ്യാസസ് എന്തായിരിക്കും? ഐദർ സെഡ് വിൽ ബി ഈക്വൽ ടു ലെസ് ദാൻ 1 ഓർ സെഡ് വിൽ ബി ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1. ക്ലിയർ? കാരണം സെഡ് ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി വി ഈസ് ഈക്വൽ ടു ആർ ടി എന്ന റിലേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ സെഡിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? അത് വേരി ചെയ്യാം. അത് ലെസ് ദാൻ 1 ആവാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആവാം. അപ്പോൾ ലെസ് ദാൻ 1 ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം 1ൽ നിന്ന് അകലെയാണല്ലോ, ലെസ് ദാൻ 1 ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ സ്റ്റേറ്റിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റഡ് ആണ് എന്ന് കാണിക്കുന്ന ഒരു ഫാക്ടറും കൂടിയാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. ഐഡിയൽ ഗ്യാസിൻ്റെ സ്റ്റേറ്റിൽ നിന്ന് എത്രത്തോളം അകലെയാണ് എൻ്റെ റിയൽ ഗ്യാസസ്, ഒരു പെർട്ടിക്കുലർ ഗ്യാസ് എത്രത്തോളം ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡിസ്റ്റൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ഫാക്ടറും കൂടിയാണ് എന്ത്? നമ്മുടെ കംപ്രസിബിലിറ്റി ഫാക്ടർ. കാരണം സെഡ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഐഡിയൽ ഗ്യാസ് ആണ്. ആ 1ൽ നിന്ന് എത്രത്തോളം ദൂരെയാണ് കറണ്ട് എൻ്റെ വാല്യൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സെഡ് ഈസ് ഈക്വൽ ടു വി ബൈ ആർ ടി ബൈ പി, അഥവാ പി വി ബൈ ആർ ടി അല്ലേ? ദിസ് ഇസ് സ്പെസിഫിക് വോളിയം. അപ്പോൾ സ്പെസിഫിക് വോളിയം ഇവിടെയാണെങ്കിൽ ഇറ്റ് മീൻസ് സ്പെസിഫിക് വോളിയം മീൻസ് 1 ബൈ ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റി താഴെ വരും. അപ്പോൾ സെഡ് ലെസ് ദാൻ 1 എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ഡെൻസിറ്റി വിൽ ബി വെരി മച്ച് ലെസ് ദാൻ ദി എക്സ്പെക്റ്റഡ് ഇൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ എന്ത് ഡെൻസിറ്റിയാണോ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് അതിലേറെ കുറവായിട്ടായിരിക്കും എന്ത് കിട്ടുക? എനിക്ക് കിട്ടുക. കാരണം ഇവിടെ ഡെൻസിറ്റി സെഡിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയി കഴിഞ്ഞാൽ, ഡെൻസിറ്റിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയി കഴിയുമ്പോൾ, കാരണം താഴെയുള്ള വാല്യൂ വലുതാണ്. അപ്പോൾ ഇവിടെ സ്പെസിഫിക് വോളിയം കൂടുതലാണ് ഉള്ള ടേമിന് പകരം വി ക്യാൻ സേ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ഇറ്റ് ഈസ് 1 ബൈ റോ അല്ലേ? അപ്പോൾ ഈ വാല്യൂ ഡിനോമിനേറ്റർ വലുതാവുന്നതനുസരിച്ച് ഇവിടുത്തെ വാല്യൂ 1ലേറെ ചെറുതായിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡെൻസിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതിനെക്കാട്ടിലും എന്താണ് അത്? ആക്ച്വൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ശരിക്കും കൂടുതലാണ്. ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷനിലെ ഡെൻസിറ്റിയാണ് കുറവ്. അഥവാ ഇപ്പോൾ ഡെൻസിറ്റി ലെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സേ ഫോർ എക്സാമ്പിൾ ഇഫ് സെഡ് ഈസ് ലെസ് ദാൻ 1, അതായത് കംപ്രസിബിലിറ്റി ചാർട്ട് ലെസ് ദാൻ 1, കംപ്രസിബിലിറ്റി ഫാക്ടർ എനിക്ക് ലെസ് ദാൻ 1 എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആക്ച്വലി ആ റിയൽ ഗ്യാസിൻ്റെ ആക്ച്വൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ. ആക്ച്വൽ ഡെൻസിറ്റി ഗ്രേറ്റർ ആണ്. ആൻഡ് ഇഫ് ദ വാല്യൂ സെഡ് ഈസ് ലെസ് ദാൻ 1 നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇഫ് ദ വാല്യൂ സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ ആക്ച്വൽ ഡെൻസിറ്റി എന്തായിരിക്കും? ലെസ്സർ ആയിരിക്കും. ഓക്കെ, എന്തിനെ കമ്പയർ ചെയ്തിട്ട്? നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വഴി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു ഡെൻസിറ്റിയോ ഒരു പ്രഷറോ ഉണ്ടാവും. അതിനായിട്ട് ഡെൻസിറ്റി ഉണ്ടാവും. അഥവാ ഇവിടെയുള്ള സേ പി ഈസ് ഈക്വൽ ടു റോ ആർ ടി എന്ന് പറയാം, മാസ് ബൈ വോളിയം. അപ്പോൾ ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വഴി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെൻസിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഡെൻസിറ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും എനിക്ക് സെഡ് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1ൽ. സെഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എക്സ്പെക്ട് ചെയ്ത ഡെൻസിറ്റിനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കാം. സോ ദാറ്റ് ഈസ് ദി കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പോൾ കംപ്രസിബിലിറ്റി ഫാക്ടറും സെഡിനെ എനിക്ക് എന്ത് ചെയ്യാം? I can also say that Z, mathematically I can represent Z is a function of pressure and temperature. അപ്പോൾ എനിക്ക് ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ വെച്ചിട്ട് എനിക്കൊരു ചാർട്ട് ഉണ്ടാക്കാം. ദാറ്റ് ചാർട്ട് ഈസ് കോൾഡ് കംപ്രസിബിലിറ്റി ചാർട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഒരു ചാർട്ട് ഉണ്ടാക്കാം. അപ്പോൾ ആ ചാർട്ടിൽ ഞാൻ എങ്ങനെ വരയ്ക്കുന്നത് വെച്ചാൽ ഐ മേക്ക് യൂസ് ഓഫ് ഐസോതേംസ്.
ഐസോതേംസ് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ്. എന്താ ഐസോതേംസ് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചേഴ്സ് ആയിട്ടുള്ള കേർവ് ലൈൻസിനെയാണ് ഐസോതേംസ് ഉപയോഗിക്കുക. അപ്പോൾ കംപ്രസിബിലിറ്റി ചാർട്ട് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് കംപ്രസിബിലിറ്റി ചാർട്ട്. ഞാൻ റഫായിട്ട് കാണിക്കാം. കംപ്രസിബിലിറ്റി ചാർട്ടിൽ വൈ ആക്സിസിൽ നമുക്ക് കംപ്രസിബിലിറ്റി ഫാക്ടർ ആയ Z ആണ് എടുക്കുക ഇൻ വൈ ആക്സിസ്. ഓക്കെ, ആൻഡ് ഇൻ എക്സ് ആക്സിസ് ഐ വിൽ ടേക്ക് ദി പ്രഷർ. in x-axis I will take the pressure. അപ്പോൾ ഓരോ ടെമ്പറേച്ചറിനും ഒരു ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഐദർ വി ഹാവ് ടു കീപ്പ് വൺ കോൺസ്റ്റന്റ്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി കീപ്പ് ചെയ്യുക, കാരണം നമുക്ക് എക്സ് ആക്സിസിൽ വൈ ഉണ്ട്. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനും എന്തായിരിക്കും ഐസോതേമിൻ്റെ ലൈൻസ് മാറ്റമുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐ എം സ്റ്റാർട്ടിങ് ഇറ്റ് ഫ്രം ഹിയർ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ ഇവിടെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ലെറ്റ് ദിസ് വാല്യൂ ബി Z ഈസ് ഈക്വൽ ടു 1 എന്നുള്ള കൺസെപ്റ്റാണ്. Z വാല്യൂ 1 അഥവാ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ പോയിൻ്റാണ് ഈ ലൈൻ. അപ്പോൾ ഒരു ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആയിട്ട് ത്രൂ ഔട്ട് ആകണമെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ, കാരണം PV ഈക്വൽ ടു RT എപ്പോഴും ഫോളോ ചെയ്യണം. പക്ഷേ റിയൽ ഗ്യാസസ് അങ്ങനെ ആവണമെന്നില്ല. സോ ഇൻ റിയൽ ഗ്യാസസ് അതും ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് മാറ്റം ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി സംവാട്ട് ഇൻ ദിസ് മാനർ. ഓക്കെ, ദിസ് ഈസ് ഫോർ വൺ ടെമ്പറേച്ചർ. മറ്റൊരു ടെമ്പറേച്ചറിന് വരക്കുമ്പോൾ കുറച്ചുകൂടെ താഴെ കൂടെ ഇങ്ങനെ ആയിരിക്കും പോവുക. പിന്നെ മറ്റൊരു ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് മച്ച് മോർ. ഓക്കെ, ആൻഡ് ഇറ്റ് കീപ്സ് ഓൺ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒന്നാമത് വരച്ചത് ഇതാണ്. ലെറ്റ് ദിസ് ബി ഫസ്റ്റ് ലൈൻ, this is second and this is third. So അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ let us say T1, T2 and T3. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കൂടുന്നത് ഈ ആംഗിളിലായിരിക്കും. ക്ലിയർ ആകുന്നുണ്ടോ? അഥവാ ടെമ്പറേച്ചർ കുറവുള്ളത് T3 ആയിരിക്കും, അതിലേറെ കൂടുതലാണ് T2, അതിലേറെ കൂടുതലാണ് T1. അഥവാ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിക്കൊണ്ടെന്നാൽ അത് കുറച്ചും കൂടെ ഇങ്ങനെ നേരെ ആയി വരുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ ഇനി അടുത്തൊരു ലൈനും കൂടെ വരക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സംവാട്ട് ലൈക്ക് ദിസ്. ഐ മീൻ ഇത്ര കേർവ് ഉണ്ടാവില്ല, ഇറ്റ് വിൽ ബി സംവാട്ട് ലൈക്ക് ദിസ് ഓൺ സംതിങ്. അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്രസിബിലിറ്റി ചാർട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിളാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. ദിസ് ഈസ് ജസ്റ്റ് എ മോഡൽ ഓഫ് കംപ്രസിബിലിറ്റി ചാർട്ട്. അപ്പോൾ ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 1-2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ ഫോർ ഈച്ച് ഗ്യാസ് ദർ നീഡ് ടു ബി എ ഡിഫറെൻറ്റ് കംപ്രസിബിലിറ്റി ചാർട്ട്. ഫോർ ഈച്ച് ഗ്യാസ് ദർ ഇസ് എ സെപ്പറേറ്റ് കംപ്രസിബിലിറ്റി ചാർട്ട്. ഓരോ ഗ്യാസിനും എന്ത് വേണം, വെവ്വേറെ കംപ്രസിബിലിറ്റി ചാർട്ടായിരിക്കും. അത് മാത്രമല്ല ഓരോ ടെമ്പറേച്ചറിനും എന്തായിരിക്കും, വെവ്വേറെ ഐസോതേംസ് ലൈൻ ആയിരിക്കും, അല്ലേ? അപ്പം ആ ഒരു പോയിന്റാണ് രണ്ടാമത്തെ. അതായത് ഒരു സിമിലാരിറ്റി, ഒരു ജനറൽ സിമിലാരിറ്റി എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോർ ഡിഫറെൻറ്റ് ഗ്യാസസ്. പല ഗ്യാസിനെടുത്താലും ഈ ഐസോതേംസിൻ്റെ ലൈൻസ് ഏതാണ്ട് ഒരു സിമിലാരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഡിഫറൻസ് ഉണ്ടാവുക എന്തായിരിക്കും, ഇതിൻ്റെ വാല്യൂസിലായിരിക്കും. അതിൻ്റെ സ്കെയിൽസിൽ എന്ത് ചെയ്യും, വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്യാസ് ഇങ്ങനെ ആയിരിക്കും, മറ്റൊരു ഗ്യാസിൻ്റെ ഞാൻ വരച്ച് കഴിയുമ്പോൾ സിമിലർ ആയിട്ട് തന്നെ ആയിരിക്കും. പക്ഷെ എന്തുണ്ടാവും, 1 തന്നെ ചിലപ്പോൾ തുടങ്ങും, പക്ഷെ എന്തുണ്ടാവും, കുറച്ചും കൂടെ ലൈൻ ഇങ്ങനെ വന്നിട്ടായിരിക്കാം, അടുത്തതിൻ്റെ കേസ് കുറച്ചുകൂടെ ഇങ്ങനെ വന്നിട്ടായിരിക്കാം. സോ ഒരു ജനറൽ സിമിലാരിറ്റി ഉണ്ടാവും, പക്ഷെ വാല്യൂസ് എന്തുണ്ടാവും, മാറ്റമുണ്ടാവും. സിമിലാരിറ്റി of compressibility chart for different gases, but difference in numerical valuesൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു പാറ്റേൺ എന്തായിരിക്കും, എല്ലാ ഗ്യാസസിനും സെയിം ആയിരിക്കും. ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ആസ് പ്രഷർ ഈസ് ടെൻഡിങ് ടു 0 in all cases, പ്രഷർ 0ൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ സെഡിൻ്റെ വാല്യൂ വിൽ ബി കറസ്പോണ്ട്സ് ടു 1. അപ്പോൾ നമ്മൾ നേരത്തെ ഐഡിയൽ ഗ്യാസിൻ്റെ കേസ് പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു. ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ എപ്പോഴാണ് റിയൽ ഗ്യാസ് ആക്കുക, വെൻ ദ പ്രഷർ ഈസ് വെരി 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 ലോ. അതായത് പ്രഷർ 0ക്ക് അടുക്കുക എന്ന് പറയുമ്പോൾ പ്രഷർ ലോ സ്റ്റേറ്റിലേക്ക് വരികയാണ്. ആ നേരത്ത് സെഡിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും നമുക്കറിയാം. ഇപ്പോൾ പ്രഷർ ഇവിടെ 1, ഇവിടെ 2 എന്ന് പറഞ്ഞാൽ 1-നെക്കാട്ടിലും താഴെ കഴിഞ്ഞ് 0ക്ക് അടുത്തേക്ക് വരുമ്പോൾ അപ്പോൾ അതെന്താവും, Z ഈക്വൽ ടു 1ൻ്റെ വാല്യൂയിലേക്ക് അടുത്തോട്ട് വരും. Z ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എവിടെയാണ് ആപ്ലിക്കബിൾ, ഇറ്റ് ഈസ് ഫോർ
ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ക്ലിയർ? സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്രസിബിലിറ്റി ചാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ കംപ്രസിബിലിറ്റി ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആണ് Z ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1, Z ഈക്വൽ ടു ലെസ് ദാൻ 1 ആണെങ്കിൽ ഡെൻസിറ്റിയുടെ റിലേഷൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം, ആപ്ലിക്കബിൾ ആക്കാം. മാത്രമല്ല അടുത്ത പോയിന്റ് ആയിട്ട് Z ഈക്വൽ ടു 1 ആണെങ്കിൽ അറ്റ് റെഡ്യൂസ്ഡ് പ്രഷർ, അപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഈ Z-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ പ്രഷർ ആസ് വെൽ ആസ് ടെമ്പറേച്ചർ എന്നുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ പോയിന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ ഒരു പോയിന്റും കൂടെ ഇതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ Z ഈസ് ഈക്വൽ ടു PV/RT എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ PV/RT ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റെഡ്യൂസ്ഡ് ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അതായത് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്തിരുന്നത്, PC × PR, ഓർമ്മ ഉണ്ടാവുന്നതായിരിക്കും, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രഷർ ബൈ ക്രിട്ടിക്കൽ പ്രഷറാണ്. അപ്പോൾ അതിന് പ്രഷർ എന്ന് പറഞ്ഞാൽ PR × PC ഡിവൈഡഡ് ബൈ ദർ ഈസ് RT, R ഉണ്ട്, ആറിൽ മാറ്റില്ല. ഈ വീനെ എങ്ങനെ എഴുതാം, എനിക്ക് വീനെ VC × VR, സെയിം കൺസെപ്റ്റ് പ്രകാരം നമുക്ക് എഴുതാം. ഡിവൈഡ് ബൈ T അതുപോലെ TC × TR അങ്ങനെ എഴുതാം. അപ്പോൾ എനിക്ക് എല്ലാ ക്രിട്ടിക്കൽ പോയിന്റ്സിൻ്റെ എല്ലാം PV/T ഒന്നിച്ച് കൊണ്ടുവരാം. PC VC/TC, R ഇവിടെ തന്നെ ഉണ്ട്, ഇൻറ്റു ദെൻ കംസ് PR VR ഡിവൈഡഡ് ബൈ TR, ഇങ്ങനെ ഉണ്ട് അല്ലേ. സോ ഐ ക്യാൻ സേ Z ഈസ് ഈക്വൽ ടു PC VC/TC എന്ന് പറയുന്നത് ഐ ക്യാൻ കൺസിഡർ ദാറ്റ് ടു ബി വാട്ട്, ZC. ഓക്കെ, ഡിവൈഡ് ബൈ RTC ഉണ്ട്, ഇൻറ്റു PR VR/TR. ഇങ്ങനെയും എന്ത് ചെയ്യാം, എനിക്ക് റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സിൻ്റെ ബേസിൽ എനിക്ക് എന്ത് ചെയ്യാം, Z എഴുതാം. അപ്പോൾ എന്ത് ചെയ്യണം, റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സ് ഇൻറ്റു ക്രിട്ടിക്കൽ പോയിന്റിലുള്ള കംപ്രസിബിലിറ്റി ഫാക്ടറും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മാത്രമല്ല നമ്മൾ ഈ ക്രിട്ടിക്കൽ പോയിന്റിലുള്ള കംപ്രസിബിലിറ്റി ഫാക്ടർ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. റെഡ്യൂസ്ഡ് നമ്മൾ മറ്റേ എയും ബിയുടെ കോൺസ്റ്റൻസ് കാണുന്ന നേരത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ Z ഈസ് ഈക്വൽ ടു PC VC/RC, PC VC/RTC എന്നതിൽ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇറ്റ് അറൗണ്ട് 0.375 എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 0.375, അതായത് നമ്മളത് ഇക്വേഷൻസിൽ കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ സീ 0.375 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3 ഡിവൈഡഡ് ബൈ 8 എന്നുള്ളൊരു വാല്യൂ ആണ് എനിക്ക് കിട്ടുക, 0.375. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ റൈറ്റ് Z ഈസ് ഈക്വൽ ടു ഒന്നെങ്കിൽ 0.375 എന്നോ അല്ലെങ്കിൽ 3/8 ഇൻറ്റു PR VR/TR എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എനിക്ക് കാണിക്കാം. ഈ ഒരു സ്റ്റേറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എപ്പോഴാണ് എങ്ങനെയാണ് ZC 0.375 വരുന്നത് എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ അപ്പോൾ വാണ്ടർവാൾസിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം, നമുക്ക് റെഡ്യൂസ്ഡ് കോർഡിനേറ്റ്സിൻ്റെ നെയിമിൽ നമുക്ക് എഴുതാം. ഇപ്പോൾ വാണ്ടർവാൾസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്നിപ്പോൾ നമ്മൾ കാണിച്ചു, ദാറ്റ് ഈസ് PR + 3 ഡിവൈഡഡ് ബൈ VR സ്ക്വയർ ഇൻറ്റു 3 ടൈംസ് VR - 1 ഈസ് ഈക്വൽ ടു 8 TR. ഇതാണല്ലോ നമ്മുടെ റെഡ്യൂസ്ഡ് കോർഡിനേറ്റ്സിൻ്റെ ബേസിൽ വാണ്ടർവാൾസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും നമുക്ക് ചെറിയ ചേഞ്ച് വരുത്താം. നമുക്കറിയാം Z-ൻ്റെ കേസ് നമുക്ക് കിട്ടി, Z ഈസ് ഈക്വൽ ടു സേ 3/8 ഇൻറ്റു PR VR/TR എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഇക്വേഷനിലേക്ക് VR ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, VR ഈസ് ഈക്വൽ ടു 8/3 Z ഇൻറ്റു TR ഡിവൈഡഡ് ബൈ PR. ഈ വാല്യൂവിനെ ഞാൻ VR-ൻ്റെ ഈ വാല്യൂവിനെ ഞാൻ ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ക്യാൻ സീ ദാറ്റ് ദ ഇക്വേഷൻ വിൽ ബിക്കം PR + 27 PR സ്ക്വയർ ഡിവൈഡഡ് ബൈ 64 TR സ്ക്വയർ Z സ്ക്വയർ. ഓക്കെ,
ദിസ് വിച്ച് ഇത് ഞാൻ ഓൾറെഡി അത് ഇട്ട് കഴിഞ്ഞിട്ട് കണ്ടൊരു ഇക്വേഷനാണ്. ദാറ്റ്സ് വൈ ഐ എം റൈറ്റിംഗ് ഇറ്റ് ഡൗൺ സ്ട്രെയിറ്റ്ലി TRZ. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കാം ആൻഡ് യു ക്യാൻ സി. സോ ദാറ്റ് വിൽ ബി ബെറ്റർ. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും അത് ചെയ്യുമ്പോൾ. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ എനിക്ക് റെഡ്യൂസ്ഡ് ടേംസിൽ എന്ത് ചെയ്യും, എനിക്ക് കിട്ടും. അത് മാത്രമല്ല, ഇത് വീണ്ടും നമ്മളൊന്നും കൂടെ ബ്രാക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ Z² ഉണ്ട്, Z-ൻ്റെ ടേം ഉണ്ട്, അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു Z³ ടേമിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇക്വേഷൻ കിട്ടും. സോ ദിസ് ഈസ് ഓൾസോ അനദർ ഫോം ഓഫ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ, and hence I can say that this is a function of PR and TR. Function of compressibility factor is a function of PR and TR എന്ന് എനിക്ക് ഇതിന്ന് എന്ത് ചെയ്യാൻ പറ്റും. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ Z³ ടേമിൽ കിട്ടും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറലൈസ്ഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ക്ലാരിറ്റിയിലെ ഫിഗറിൽ ഞാൻ നിങ്ങൾക്കൊരു കംപ്രസിബിലിറ്റി ചാർട്ടിൻ്റെ ഒരു ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം. So this is another textbook by Engineering Thermodynamics by Dr. DS Kumar. നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾക്ക് അതും എന്ത് ചെയ്യാം, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കംപ്രസിബിലിറ്റി ചാർട്ട് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ കംപ്രസിബിലിറ്റി ചാർട്ട്. യു ക്യാൻ സീ ദാറ്റ് in y-axis we have compressibility factor Z, and in x-axis I have reduced pressure PR എന്നുള്ള reduced pressure ആണ് ഇതിലുള്ളത്. സോ നമുക്ക് കാണാൻ കഴിയും എന്ത്, here this is how the compressibility chart will be occurring. So ഇവിടെയാണ് പോയിന്റ് 1. ഈ ഒരു പോയിന്റ് 1ൽ നിന്ന് പല റെഡ്യൂസ്ഡ് ടെമ്പറേച്ചേഴ്സ്, TR ഈസ് റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ. അപ്പോൾ റെഡ്യൂസ്ഡ് ടെമ്പറേച്ചേഴ്സ് ഇങ്ങനെ താഴേക്ക് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ റെഡ്യൂസ്ഡ് ടെമ്പറേച്ചേഴ്സ്, പല റെഡ്യൂസ്ഡ് ടെമ്പറേച്ചേഴ്സിനും ഉള്ള ഒരു കംപ്രസിബിലിറ്റിയുടെ ഒരു ലൈൻസ്, ഐസോതേം ലൈൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ഒരു കംപ്രസിബിലിറ്റി ചാർട്ടിൻ്റെ ഒരു റിയൽ മോഡൽ. ഇത് ഒരു പെർട്ടിക്കുലർ ഗ്യാസിനുള്ള കേസാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ അറിയാം, പ്രഷറാണ് 1, 2, 3 ഇങ്ങനെ പോകുന്നത്, ആൻഡ് ദിസ് ഇസ് റെഡ്യൂസ്ഡ് ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു കേസിലും, ഏതൊരു കേസ് എടുക്കുകയാണെങ്കിലും when the reduced pressure is less than 1, പൊതുവെ എല്ലാ റെഡ്യൂസ്ഡ് ടെമ്പറേച്ചേഴ്സിൻ്റെ വാല്യൂ ഈ 1 അടുപ്പിച്ചാണ് ഉണ്ടാവുക. ഈ 1 എന്ന് ഉദ്ദേശിക്കുന്നത് Z=1. അപ്പോൾ റെഡ്യൂസ്ഡ് പ്രഷർ കുറയുന്നതിനനുസരിച്ചിട്ട് 1-നെക്കാട്ടിലും വളരെ വളരെ കുറവാണെങ്കിൽ പൊതുവെ എല്ലാ റെഡ്യൂസ്ഡ് ടെമ്പറേച്ചേഴ്സ് റേഞ്ചിലും എല്ലാ ഗ്യാസസും എന്തായിരിക്കും, ഐഡിയൽ ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യും എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമുക്കറിയാം ഇവിടൊക്കെ ഇങ്ങനെ എത്തുമ്പോൾ ഒരു ഈ ഹയർ റെഡ്യൂസ്ഡ് ടെമ്പറേച്ചേഴ്സിലേക്ക് ഇങ്ങനെ പോകുന്നത്, ഹയർ അങ്ങോട്ടാണ് കേട്ടോ, ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസിങ് ടുവേർഡ്സ് ദി റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസിങ് ടുവേർഡ്സ് ദി ടോപ്പ്, താഴത്തേക്കല്ല അങ്ങോട്ട് മുകളിലേക്കാണ് ഇൻക്രീസിങ് ആയി കാണിക്കുന്നത്. സോ അങ്ങനെ നമ്മുടെ ടെമ്പറേച്ചേഴ്സ് ഇങ്ങനെ കൂടുന്ന അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഈ ഒരു ഇൻക്ലിനേഷൻ, താഴേക്കുള്ള ഇൻക്ലിനേഷൻ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്നു. അപ്പോൾ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഫ്രം 2 onwards, reduced temperature from 2 onwards, what happens? Reduced temperature from 2 onwards, പൊതുവേ ഈ 1 കൂടെയുള്ള ഈ ലൈനൊക്കെ എന്തായിട്ട് വരുന്നുണ്ട്, ഏതാണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്നുണ്ട്. ദോ പ്രഷർ 1ൻ്റെ മുകൾക്ക് പോയി കഴിഞ്ഞാലും 2, 2.6 അല്ലെങ്കിൽ 4, ഇനിയിപ്പോൾ 5 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പൊതുവേ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെന്ത് കൺക്ലൂഡ് ചെയ്യാം, reduced temperatures from 2 to around 4 അല്ലെങ്കിൽ 5 എന്ത് ചെയ്യുന്നു, ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രഷേഴ്സിന് ഏതാണ്ട് Z=1ൻ്റെ അടുത്ത് തന്നെയാണ് വാല്യൂസ്. കാരണം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇവിടെ കുറച്ച് പാർട്ട് ഇവിടെ വരെ കിട്ടുന്നുണ്ട്, ഇതിന് കുറച്ചും കൂടെ കിട്ടുന്നുണ്ട്, ഇത് വലിയൊരു അളവിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ Z=1. അപ്പോൾ റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ ഫ്രം 2 to 4 എന്താവും, ആ നേരത്ത് Z-ൻ്റെ വാല്യൂ പൊതുവേ 1-ന് ഈക്വൽ ആണ്, അഥവാ അത് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കംപ്രസിബിലിറ്റി ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതുപോലെ നമുക്കിവിടെ റീജിയനെ 2 രീതിയിൽ നമുക്ക് വിഭജിക്കാം. അതായത് വേറെ ഒന്ന് പറഞ്ഞാൽ Z=1 എന്നുള്ള പോയിന്റിൽ Z=less-than-1 എന്നുള്ള കേസിലും Z=greater-than-1, Z=1ഉം Z=less-than-1 എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ Z=less-than-1 എന്നുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ Z1ൻ്റെ താഴേക്കുള്ള ഈ റീജിയണിലൊക്കെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ, അതാണ് ഇൻ്റർമോളിക്കുലാർ ഇൻ്ററാക്ഷൻസ്, അതാണ് ഭയങ്കരമായി ഡോമിനൻ്റ് വെൻ Z വാല്യൂ ഇസ് less-than-1. അപ്പോൾ ഇവിടെ കിട്ടുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ
Z ഈക്വൽ ടു 1ൻ്റെ Z ലെസ് ദാൻ 1ൻ്റെ ഏരിയ. അപ്പോൾ ഈ 1നേക്കാട്ടും താഴെയുള്ള ഈ സ്ഥലങ്ങളിൽ എന്താണോ നമ്മൾ ഐഡിയൽ ഗ്യാസ് വഴി എക്സ്പെക്റ്റ് ചെയ്തിരുന്ന പ്രഷർ, ആ പ്രഷറിനെക്കാട്ടിലും കുറവായിട്ടുള്ളൊരു പ്രഷറാണ് എന്ത് ചെയ്യുന്നത് എനിക്കിവിടെ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാം. Z ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഈ 1 പോയിൻ്റ് മുകളിലേക്ക് വരുന്ന ഈ ഏരിയകൾ വരും. അവിടെയാണെങ്കിൽ അവിടെ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ വോളിയത്തിൻ്റെ കേസാണ്. അപ്പോൾ എത്രയാണോ ഐഡിയൽ ഗ്യാസ് വഴി വോളിയം ഒക്കുപ്പൈ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് അതിനേക്കാട്ടിലും കൂടുതൽ വോളിയം എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ആ പെർട്ടിക്കുലർ ഗ്യാസ് എന്ത് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക നിങ്ങൾ നോട്ട് ചെയ്യുക. സോ ഇത്രയാണ് നമുക്ക് കംപ്രസിബിലിറ്റി ഫാക്ടറും കംപ്രസിബിലിറ്റി ചാർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ഒരു മൊഡ്യൂളിലെ, ദാറ്റ് ഈസ് വിറിയൽ എക്സ്പാൻഷൻ. വിറിയൽ എക്സ്പാൻഷൻ അല്ല, സോറി, വിറിയൽ ഇക്വേഷൻ. സോ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വിറിയൽ ഇക്വേഷനാണ്. സോ പൊതുവേ നമുക്ക് പ്രഷർ വോളിയം ടെമ്പറേച്ചറിൻ്റെ റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഫോം ഉണ്ട്, ദാറ്റ് ഈസ് PV ഇസ് ഈക്വൽ ടു RT എന്നാണ് അല്ലേ. സോ ഈ PV ഈക്വൽ ടു RTയിലെ ഈ PVനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കൊരു പവർ സീരീസിനെ എഴുതാം. പവർ സീരീസ് ഇൻ റെസിപ്രോക്കൽ വോളിയംസ്. അതെങ്ങനെ എഴുതാ വെച്ചാൽ PV is equal to RT ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് PV by RT എന്നതിനെ എനിക്കൊരു പവർ സീരീസിൽ കാണിക്കാം. ദാറ്റ് ഈസ് 1 പ്ലസ് സേ B by സ്പെസിഫിക് വോളിയം V പ്ലസ് C by സ്പെസിഫിക് വോളിയം B സ്ക്വയർ പ്ലസ് D by സ്പെസിഫിക് വോളിയം V ക്യൂബ് പ്ലസ് അങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. ഇങ്ങനെയും എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യാം ഇൻ വേരിയൽ ടേംസ്. അഥവാ ഇവിടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ പ്രഷർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു വിറിയൽ ഇക്വേഷൻ്റെ രീതിയിൽ നമ്മൾ എഴുതുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ദീസ് ആർ കോൾഡ് വിറിയൽ കോഎഫിഷ്യൻസ്. ഏത് B, C, D എന്നൊക്കെ പറയുന്നതൊക്കെ വിറിയൽ കോഎഫിഷ്യൻസ് ആയിട്ടാണ് ഇതിനെ നമ്മൾ പറയപ്പെടുന്നത്. സോ ഇതാണ് എന്ത് ചെയ്യുന്നത് വിറിയൽ എക്സ്പാൻഷൻസ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇത് നിങ്ങൾ അങ്ങനെ കാണാപ്പാഠം പഠിക്കുക. ഇതിൻ്റെ ഫിസിക്കൽ കൺസെപ്റ്റോ ഇതിൽ ഡെറിവേഷൻസും കാര്യങ്ങൾ വേറെ കുറേ പാർട്ടുണ്ട്. അതൊന്നും നമ്മൾക്ക് പോയിന്റ് ഓഫ് കോണ്ടെക്സ്റ്റിൽ നമുക്ക് ആവശ്യമില്ല എക്സാമിന്. സോ അതൊന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നില്ല. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. B, C, D എന്നൊക്കെ പറയുന്നത് വിറിയൽ കോഎഫിഷ്യൻസ് ആണ്. ആൻഡ് ദീസ് കോഎഫിഷ്യൻസ് ആർ ഫങ്ഷൻസ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഈ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മോളിക്കുലർ ഇൻറ്ററാക്ഷൻസ്, ദ വാല്യൂ ഓഫ് വിറിയൽ കോഎഫിഷ്യൻസ്, ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. മാത്രമല്ല ഇതിനെ നമുക്കൊരു പവർ സീരീസ് ഇൻ പ്രഷറും എഴുതാം. PV by RT എന്ന് പറഞ്ഞിട്ട് നമുക്ക് പവർ സീരീസ് ഇൻ പ്രഷറും എഴുതാം. 1 പ്ലസ് B' P പ്ലസ് C' P സ്ക്വയർ പ്ലസ് D' P ക്യൂബ് എന്ന് പറഞ്ഞിട്ട് പവർ സീരീസ് ഓഫ് പ്രഷറിലും എന്ത് ചെയ്യാം എനിക്ക് കാണിക്കാം. പിന്നെ ഈ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസ് കാണാനുള്ള കുറേ ഡെറിവേഷൻസ് കാര്യമുണ്ട്. സോ അത് നമുക്ക് ആവശ്യമില്ല. സോ ദ കോഎഫിഷ്യൻസ് ഓഫ് ദിസ് വിറിയൽ ഇക്വേഷൻസ് ആർ ഡിറ്റർമൈൻഡ് ഫ്രം എക്സ്പെരിമെൻ്റൽ PVT ഡാറ്റ. പ്രഷർ വോളിയം ടെമ്പറേച്ചറിൻ്റെ ഡാറ്റയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് മെയിൻലി ഈ ഇക്വേഷൻസ് വാലിഡ് ആയിട്ടുള്ളത് ഫോർ ഗ്യാസസ് ഓഫ് ലോ ആൻഡ് മീഡിയം ഡെൻസിറ്റീസ്. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഗ്യാസസ് ഓഫ് ലോ ആൻഡ് മീഡിയം ഡെൻസിറ്റീസ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മോളിക്കുലർ ഇൻറ്ററാക്ഷനെ ഡിപ്പെൻഡഡ് ആണ് കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ മോളിക്കുലർ ഇൻറ്ററാക്ഷൻസ് എങ്ങാനും ഇല്ല എങ്കിൽ, ഫോർ ഐഡിയൽ ഗ്യാസിന് മോളിക്കുലർ ഇൻറ്ററാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. മോളിക്കുലർ ഇൻറ്ററാക്ഷൻസ് ഇല്ല എങ്കിൽ ഈ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസ് ഒക്കെ എന്തായി മാറും? 0 ആയിട്ട് മാറും. കാരണം മോളിക്കുലർ ഇൻറ്ററാക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ 0 ആയി കഴിഞ്ഞാൽ ദെൻ PV by RT is equal to 1. അപ്പോൾ PV by RT is already we know it is compressibility factor. അപ്പോൾ ആ Z-ൻ്റെ വാല്യൂ എന്താ? 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. സോ ഇറ്റ് ഈസ് എൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ PV by RTക്ക് പകരം വേണമെങ്കിൽ അതിനൊപ്പം Z is equal to എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻസ് എഴുതാം. സോ ഇത്രയും കാര്യമാണ് വിറിയൽ എക്സ്പാൻഷൻസിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദിസ് മൊഡ്യൂൾ ആൻഡ് വി ഹാവ് വൈൻഡഡ് അപ്പ് മൊഡ്യൂൾ 4 by this video. So thank you all for your patient listening.